നല്ലൊരു വാക്കാണ്. വിഷമിപ്പിക്കേണ്ട അവർക്ക് ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോയൊരു സിനിമയാണ്. അതാണ് റിയാലിറ്റി. അത്ര പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ രണ്ടാം ഭാഗം എങ്ങനെ വന്നു നിങ്ങൾക്കറിയാം. അപ്പൊ തൊട്ട് നമ്മൾ ആലോചിച്ചിരുന്നു ഇതൊരു ട്രിലജിയാക്കി, ഒരു 3 പാർട്ട് ഫിലിമാക്കി ഈ യൂണിവേഴ്സ് അവസാനിപ്പിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് വലിയ സിനിമയായി. ഇപ്പം ആളുകൾ ഓൺലൈനിലും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ആദ്യത്തെ സോംബി ചിത്രമായിരിക്കുമെന്നുള്ളതാണ് മേജർ ചോദ്യം. അതാദ്യമേ അല്ല എന്ന് പറയുന്നു. എന്തായാലും സോംബി പടമല്ല. പക്ഷെ ഇത്തവണ നമ്മള് ആടിന്റെ സ്വഭാവം മാറ്റാതെ, അതിന്റെ ഫ്ലേവറുകൾ ഒന്നും മാറ്റാതെ സിനിമ അല്പം വലുതാക്കാണ്. പ്രൊഡ്യൂസർ പറയാൻ അനുവാദം തന്നത്രയും മാത്രമേ ഞാൻ പറയുള്ളൂ. അത് അല്പം വലുതാക്കാണ്. നമ്മളൊരു സ്ലാപ്സ്റ്റിക് സിനിമയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ നമ്മള് എപ്പിക് ഫാന്റസിയിലേക്ക് പോകണം. ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ജോണറല്ല എപ്പിക് ഫാന്റസി. നമുക്കറിയാം, എപ്പിക് ഫാന്റസി എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് ഫാന്റസി ഉണ്ടാവണം, പടത്തിനൊരു എപ്പിക് സ്വഭാവം ഉണ്ടാവണം. എന്റെ മനസ്സിൽ എപ്പിക് ഫാന്റസി എന്ന് പറയുമ്പോൾ തന്നെ രാജാവും കുതിരകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ചിത്രമാണ് വരിക. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ എപ്പിക് ഫാന്റസിയിലേക്ക് തവണ കാലെടുത്ത് വെക്കുകയാണ്. ശരി, ഫാന്റസി എലമെന്റുകൾ അത് സർപ്രൈസ് ആക്കി വെക്കുന്നത്. എന്തായാലും അത് സോംബി ആയിരിക്കില്ല, സംതിങ് എൽസ്. അപ്പോ എന്റെ കരിയറിലെ, ഫ്രൈഡേ ഫിലിംസിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മെയ് 15 തുടങ്ങാൻ പോകണം. അപ്പൊ അത് ഒരു പ്രത്യേക വെൽക്കം ശ്രോണി. അപ്പോ ഇതിന്റെ ചെലവിനെ കുറിച്ചും ഇതിന്റെ ബജറ്റ് പ്ലാനിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, ഇതിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തായാലും തിയേറ്ററിലെത്തും. ഇത്തവണ കണ്ടതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു സിനിമ കാണാൻ എനിക്ക് പോലെ ആഗ്രഹിക്കുക. ആ വ്യത്യസ്തത നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാണ്. മെയ് 15 ഷൂട്ട് കൊടുക്കാണ്. ആട് 1ലും 2ലുമുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വരുന്നതായിരിക്കും. കൂടെ ഫാന്റസി എലമെന്റ് ആയിട്ടും അല്ലാതെയും ഒരുപാട് നറേറ്റീവിലാണെങ്കിൽ ഒരുപാട് പുതുമകളുണ്ടാകും. അപ്പൊ ഈ ക്രിസ്മസിന് ഇതിന്റെ CG വർക്കും പരിപാടികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് ഷാജി ബാബനും സംഘവും എത്തുമെന്നാണ്. അപ്പോ ക്രിസ്മസ് കുറിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യുമ്പോൾ CG ഒക്കെ തീരുമെന്നുള്ള പ്രതീക്ഷകളാണ്. ഇനി അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. കാരണം അത്രയും CG ഒക്കെ വരുന്ന സിനിമയാണ്. പാസ് ഓഫ് നോ ക്രിസ്മസ് ആണ് നമ്മുടെ പ്ലാൻ. ലിസ്റ്റിലേക്ക് വെച്ച് ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ച പ്രേക്ഷകരോടാണ്. കാരണം ആട് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ജയേട്ടനൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ മറ്റ് സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു നിരാശ ഉണ്ടാവില്ല. നമുക്ക് പണം പൊട്ടി ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല, വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് തുടങ്ങിയ റിയാലിറ്റി ഒക്കെ നമ്മൾ അനുഭവിച്ചു വരുന്ന ഒരു സമയം. അപ്പൊ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ നമുക്ക് ആ പടം ചെയ്താലും ഈ പടം ചെയ്താലും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് പല കഥകളും ആലോചിക്കുമ്പോൾ ഈ സിനിമ തിരിച്ചു വരുമെന്നോ, ഇദ്ദേഹം ഒരിക്കൽ കൂടി ഷാജി ബാബുമായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ, സൈജു കുറുപ്പ് ഒരിക്കൽ കൂടി അറക്കലമ്മയോട് വരേണ്ടി വരുമെന്നോ, ഇതിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ തിരിച്ചു വരേണ്ടി വരുമെന്നോ ഞങ്ങൾ വിചാരിച്ചതേക്ക്. അവിടെയാണ് നമ്മുടെ രണ്ടാം ഭാഗം സംഭവിക്കുന്നത്. രണ്ടാം ഭാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ സിനിമ ചെയ്യണം. പിന്നെ നമുക്ക് അറിയുന്ന ഒരു 3-ാം ഭാഗം സംഭവിച്ചേ മതിയാവും. ഒരു ട്രിലജിയായിട്ട് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ അതിലേക്കുള്ള യാത്ര ഇവിടെ വരെ എത്തിച്ച വളരെ ലളിതമായ ഒരു പൂജാ ചടങ്ങാണ്. ഓഡിയോ ലോഞ്ച് ഗ്രാൻഡ് ആക്കാനുള്ള പരിപാടിയാണ് പ്രൊഡ്യൂസറുടെ. അപ്പൊ പൂജ ഞങ്ങൾ ലളിതമായിട്ട് വെക്കുകയാണ്. അപ്പോ അത് ഇവിടെ വരെ എത്തിച്ച ഈ ഇത്രയും ഒരു എപ്പിക് ഫാന്റസി സിനിമയുടെ വേദിയിലേക്ക് വരെ എത്തിച്ച പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. കാരണം you were right. You gave us a second chance and now it is a third chance and definitely ഞങ്ങൾ ഡെലിവറി ചെയ്തിരിക്കും. അതിനുള്ള ശ്രമമാണ്. ഇനി ഗോയിങ് ബാക്ക്, എല്ലാം ചോദിച്ചോളൂ. നോ ടേണിംഗ് ബാക്ക്. ഞങ്ങൾ വിചാരിച്ച സിനിമയിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അതിന് സാക്ഷിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്.
പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. ഉള്ളതൊന്നും പറയാനില്ല. കൂടെ ഉണ്ടാവണം. ക്രിസ്മസിന് സ്ക്രീനിൽ കാണണം. താങ്ക് യു.